ഇതര വ്യവസായ മേഖലകളിൽ നിന്ന് വിഭിന്നമായി സിനിമയുടെ സവിശേഷത എന്താണ് എന്ന ചിന്തയാണ് 2024 വാർഷിക കണക്കെടുക്കുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ടത്. വൻ മുതൽമുടക്ക് ആവശ്യമായി വരുമ്പോഴും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ കോടാനുകോടികൾ തിരിച്ചുപിടിക്കാനും ലാഭം ഉണ്ടാക്കാനും കഴിയുന്നു. മറ്റു ബിസിനസ്സുകളിൽ വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചെടുക്കുക എന്നത് ദീർഘകാല പദ്ധതിയാണെങ്കിൽ സിനിമയിൽ അത് 3 മുതൽ 6 മാസത്തിനുള്ളിൽ സംഭവിച്ചേക്കാവുന്ന ഒന്നാണ്. അതേസമയം റിസ്ക് ഫാക്ടറും സിനിമയിൽ ഏറെയാണ്. ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, മുതൽമുടക്കിൻ്റെ 1/4 പോലും തിരിച്ചു കിട്ടിയില്ലെന്നും വരാം. ഒരു തരം ഗാംബ്ലിംഗ് ആയി സിനിമ പണ്ട് മുതലേ പരിഗണിക്കപ്പെടുന്നതും ഇതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഈ അപകടസാധ്യതയിൽ കാര്യമായ മാറ്റം വന്നുകഴിഞ്ഞു. 5 കാരണങ്ങളാണ് ഇതിനു പിന്നിൽ. 1. വൈഡ് റിലീസിങ്ങിലൂടെ സിനിമ നല്ലതോ ചീത്തയോ എന്ന് നിർണ്ണയിക്കപ്പെടും മുൻപേ സാമാന്യം നല്ല ഒരു തുക ഷെയർ ലഭിക്കുന്നു. 2. ഉയർന്ന ടിക്കറ്റ് ചാർജ് മൂലം വരുമാനത്തിൻ്റെ തോതിലും വ്യത്യാസം ഉണ്ടാകുന്നു. മറ്റൊന്ന്, മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി പല സിനിമകളും അന്യഭാഷാ മാർക്കറ്റ് കൂടി മുന്നിൽ കണ്ടാണ് ഒരുക്കുന്നത്. സ്വാഭാവികമായും ഈ ചിത്രങ്ങൾ മൊഴിമാറ്റം നടത്തിയും അല്ലാതെയും ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും വിൽക്കപ്പെടുന്നു. ഡബ്ബിംഗ് റൈറ്റ്സ്, ഓവർസീസ് വകയിൽ ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ ഓഡിയോ റൈറ്റ്സ്, ചിലപ്പോൾ റീമേക്ക് റൈറ്റ്സ്, ഇങ്ങനെയെല്ലാം പണം ലഭിക്കാം. സാറ്റലൈറ്റ് OTT അവകാശങ്ങളിലൂടെ ഭീമമായ തുക സമാഹരിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നു. എന്നാൽ താരമൂല്യം കുറഞ്ഞ സിനിമകളെ സംബന്ധിച്ച് ഇതൊന്നും അത്ര അനായാസമല്ല. അതേസമയം ഒരു താരവുമില്ലെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഉള്ളടക്കവും നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂവും ഉണ്ടെങ്കിൽ പടം ഹിറ്റാകുന്നു. വലിയ താരപരിവേഷമില്ലാത്ത സൗബിൻ അഭിനയിച്ച മഞ്ഞുമ്മൽ ബോയ്സ് 300 കോടിയോളം പല വകയിലായി വാരിക്കൂട്ടിയപ്പോൾ സോളോ ഹീറോ എന്ന നിലയിൽ വിപണന മൂല്യം ഇല്ലാതിരുന്ന നസ്ലൻ നായകനായ പ്രേമലു 136 കോടിക്ക് മുകളിൽ പറന്ന് അത്ഭുതം സൃഷ്ടിച്ചു. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി മലയാള സിനിമകളുടെ കളക്ഷനിൽ സംഭവിച്ച കുതിച്ചുചാട്ടം വിസ്മയകരമാണ്. ദൃശ്യമായിരുന്നു 50 കോടി ക്ലബ്ബും കടന്നുപോയ ആദ്യ മലയാള സിനിമ. തുടർന്ന് വന്ന പുലിമുരുകൻ 150 കോടി ക്ലബ്ബിലെത്തിയെന്ന് പറയുന്നു. 175 കോടിയോളം രൂപയായിരുന്നു ലൂസിഫറിൻ്റെ കളക്ഷൻ. ഇതെല്ലാം മോഹൻലാൽ എന്ന ബിഗ് സ്റ്റാറിനെ ചുറ്റിപ്പറ്റി മാത്രം സംഭവിച്ച അത്ഭുതങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് സൗബിനും നസ്ലനും നായകന്മാരായി വരുന്ന പടങ്ങൾക്കും ഈ മാജിക് സാധ്യമാകുന്ന കാലം തെളിയിച്ചു. താരങ്ങളുടെ പ്രഭാവത്തേക്കാൾ സിനിമയുടെ മികവാണ് ഇവയെല്ലാം തുണയായത്. 2024 ഇതര ഭാഷകളിൽ മെഗാഹിറ്റുകൾ ഒറ്റപ്പെട്ട സംഭവമായി പരിഗണിച്ചപ്പോൾ മലയാളത്തിൽ നിരവധി സിനിമകൾ 100 കോടി ക്ലബ്ബ് കടക്കുകയും ചിലതൊക്കെ അതിന് അടുത്തെത്തുകയും ചെയ്തു എന്നത് ചെറിയ കാര്യമല്ല. മലയാള സിനിമയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിലും മികച്ച വിപണി കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ് ആകർഷണീയമായ മറ്റൊരു നേട്ടം. മുൻപൊക്കെ മെഗാഹിറ്റാവുന്ന ഒരു മലയാള സിനിമ റീമേക്ക് ചെയ്ത് മറ്റു ഭാഷകളിൽ എത്തിക്കുന്ന പ്രവണതയുണ്ടായിരുന്നു. അതിനെ ഒരു മലയാള പടം എന്ന് വിശേഷിപ്പിച്ചുകൂടാ. കാരണം അടിസ്ഥാന കഥാതന്തു ഉപയോഗിക്കുന്നു എന്നൊഴിച്ചാൽ ട്രീറ്റ്മെൻറ്റിലും നേറ്റിവിറ്റിയിലുമെല്ലാം മലയാളവുമായി പുലബന്ധം പോലുമില്ലാത്തതാവാം പലപ്പോഴും ഇത്തരം പുനർനിർമ്മിതികൾ. അഭിനയിക്കുന്നതാവട്ടെ അന്യഭാഷാ താരങ്ങളും. മണിച്ചിത്രത്താഴ് ഭൂൽ-ഭുലയ്യ എന്ന പേരിൽ പ്രിയദർശൻ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്നാൽ ഇത് ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം മറികടന്നിരിക്കുന്നു. പ്രേമലുവും മഞ്ഞുമ്മൽ ബോയ്സും തമിഴിലും തെലുങ്കിലും ഒറിജിനൽ തമിഴ് തെലുങ്ക് പടങ്ങൾക്ക് ലഭിക്കുന്ന കളക്ഷന് വ്യാപക സ്വീകാര്യതയും നേടിയിരിക്കുന്നു. അതിൻ്റെ കാരണമായി പറയപ്പെടുന്ന 2 ഘടകങ്ങൾ: ഈ സിനിമകളുടെ ബേസിക് തീം വളരെ യുണീക്ക് ആണെന്നതും പശ്ചാത്തലം ഊട്ടി, ഹൈദരാബാദ് ആണെന്നുമുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഉപരിവിപ്ലവ നായകങ്ങൾ ഏത് തരം പ്രേക്ഷകനും റിലേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഇമോഷണൽ ഗ്രാഫാണ് ഈ സിനിമകളുടേത് എന്നാണ് വാസ്തവം. ഗുണ കേവിൽ പെട്ടുപോയ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കപ്പെടണമെന്ന് മോഹിക്കുന്നവരിൽ കാലദേശ ഭാഷ വ്യത്യാസമില്ല. അയാൾ രക്ഷപ്പെടണമെന്ന് ഓരോ പ്രേക്ഷകനും നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ സിനിമയുടെ ഇമോഷണൽ ട്രാവൽ സാധ്യമാകുകയാണ് മിടുമിടുക്കനായ സംവിധായകൻ. മെട്രോ സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൺ പെൺ സൗഹൃദവും പ്രണയവും ഹൃദ്യമായി ആവിഷ്കരിച്ച പ്രേമലുവിലും അതുതന്നെയായിരുന്നു സ്ഥിതി.